പശ്ചിമേഷ്യ അശാന്തിയിൽ തന്നെ തുടർച്ചയായ രണ്ടാം ദിവസവും ഇറാനെ ആക്രമിച്ച അമേരിക്ക. ഗൾഫ് മേഖലയിലെ 8 അമേരിക്കൻ സൈനിക താവളങ്ങളിൽ തിരിച്ചടിച്ച് ഇറാൻ എയർ ഡിഫൻസ് സംവിധാനത്തെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുവെന്നും അമേരിക്ക വ്യക്തമാക്കി. അതേസമയം പ്രകോപനം തുടർന്നാൽ ഇറാനെ ഇല്ലാതാക്കുമെന്ന് ട്രംപ്. യുദ്ധമൊഴിയാതെ പശ്ചിമേഷ്യയിൽ അശാന്തി പടരുകയാണ്. വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഇറാന് നേരെ രണ്ടാമത്തെ ആക്രമണമാണ് അമേരിക്ക നടത്തിയത്. ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന് സിരിക് കേഷ്വം ദ്വീപുകളിലാണ് സ്ഫോടനം നടന്നത്. 60 ദിവസത്തെ സമാധാന കരാർ ഒപ്പിട്ട ശേഷമുള്ള രണ്ടാമത്തെ ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് അമേരിക്ക ശക്തമായ വ്യോമാക്രമണം നടത്തിയതെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. അതേസമയം ഇറാനെതിരെ ഭീഷണി മുഴക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. പ്രകോപനം തുടർന്നാൽ ഇറാനെ ഇല്ലാതാക്കുമെന്ന് ട്രംപ് പറഞ്ഞു. അതേസമയം ബഹ്റൈനിലും കുവൈറ്റിലും 2 തവണയാണ് വ്യോമാക്രമണ മുന്നറിയിപ്പിന്റെ സൈറനുകൾ മുഴങ്ങിയത്. സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തുവിട്ട നിരവധി മിസൈലുകളും ഡ്രോണുകളും ബഹ്റൈൻ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. എന്നാൽ ആക്രമണത്തിൽ ബഹ്റൈനിലെ മുഖറക് ഗവർണറേറ്റിലുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. സിവിൽ ഡിഫൻസ് അടക്കമുള്ള ബന്ധപ്പെട്ട സുരക്ഷാ അധികൃതർ സ്ഥലത്തെത്തി ആവശ്യമായ മുൻകരുതലുകളും തുടർ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇടക്കാല സമാധാന കരാർ അന്തിമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ച ഇറാനും US-ഉം ചൊവ്വാഴ്ച പുനരാരംഭിക്കാനിരിക്കെയാണ് വീണ്ടും ആക്രമണമെന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.